നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജനുവരി മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. പുതിയ വർഷത്തെ ആദ്യ മാസമാണ് ജനുവരി. അപ്പോൾ ഈ മാസത്തിൽ പുണർദ നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗുണഫലങ്ങളൊക്കെയാണോ മുൻതൂക്കം, അതോ ഗുണദോഷ സമ്മിശ്രമാണോ മുതലായിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള മാസമാണ്. ഈ മാസത്തിൽ വളരെ നല്ല കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. കാരണം ഈ മാസത്തിൽ ഇഷ്ടസ്ഥാനത്താണ് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനുള്ള യോഗം അതുകൊണ്ട് തന്നെയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും ശമ്പള വർധനവ് പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണ് എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് നല്ല ഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ 10ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൽ രാഹു നിന്നാൽ ഇടയ്ക്ക് വിപരീത സ്വഭാവമാണ്. തൊഴിലിൽ ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യം കർമ്മസംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള യോഗവുമുണ്ട്. അതേപോലെ തന്നെയാണ് 4ൽ കയറി നിൽക്കുന്ന കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. വിദേശ യോഗം പോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകാഗ്രത കിട്ടാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. എന്നാൽ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് ദുരിതം അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 17ാം തീയതി ശുക്രൻ 7ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ 17ാം തീയതിക്ക് ശേഷം പ്രിയകലഹങ്ങൾ പോലെയുള്ള സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കാര്യങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന തടസ്സങ്ങൾ വരാതിരിക്കാനായിട്ടും പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സമയസംബന്ധമായിരിക്കുന്ന ദോഷം കൊണ്ടുള്ളൊരു വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. അതേപോലെ തന്നെയാണ് അഷ്ടമത്തിൽ ആത്മപ്രഭാവകൻ്റെ കാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് 15ാം തീയതി വരെ. അപ്പോൾ 15ാം തീയതി വരെ ഒരു ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശിവക്ഷേത്രത്തിൽ അതാശക്തി വഴിപാടൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം ചെയ്യുന്നതും, അതുപോലെ തന്നെ ലഗ്നാൽ 7ാം ഭാവത്തിൽ ശത്രു സ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് നിൽക്കുന്നതിനോ ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, അതേപോലെ തന്നെ അഘോര പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിനൊക്കെ പരിഹാരം വന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടാകും. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം കുടുംബ സംബന്ധമായിട്ടും പ്രവൃത്തി സംബന്ധമായിട്ടും പ്രതീക്ഷിക്കുന്ന രീതി ഗുണം കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇത്തിരി വ്യാഴപ്പഴമുള്ള കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ 5ാം ഭാവാധിപതി 6ൽ നിൽക്കുന്ന മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയിൽ ജനിച്ചവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ട്. അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, വഴിപാടൊക്കെ ചെയ്താൽ ഈ മാസം അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.